CPM അക്രമത്തിൽ ഇരുകാലുകളും നഷ്ടപ്പെട്ട സി സദാനന്ദൻ രാജ്യസഭയിലേക്ക്. ഉജ്വൽ ദിയോറാവു നിഗം, ഹർഷവർദ്ധൻ ശൃംഗ്ല, മീനാക്ഷി ജെയിൻ എന്നിവരും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ അറിയാം, വെൽക്കം ടു വിവേക്സ് വ്യൂസ്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലയിട്ടിരിക്കുന്ന തക്കം നോക്കി അത് മുതലാക്കി അവരുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടിച്ചു കഴിഞ്ഞാൽ, അവരുടെ ശക്തി ക്ഷയിപ്പിച്ചു കഴിഞ്ഞാൽ സമീപഭാവിയിൽ കേരളത്തിൽ അധികാരം പിടിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിൽ BJP. കണ്ണൂരിൽ 31 വർഷം മുമ്പ് CPMന്റെ അക്രമ രാഷ്ട്രീയത്തിന് ഇരയായി ഇരുകാലുകളും നഷ്ടപ്പെട്ട സി സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്ത് ഒരു മധുര പ്രതികാരം നടത്തിയിരിക്കുകയാണ് BJP. CPMവുമായി ഒരു നേരിട്ടുള്ള ഒരു അംഗത്തിന് തന്നെയാണ് BJP ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. കാരണം BJPയെ RSSനെ എല്ലാം CPM നേരിടുന്നത് അക്രമ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതേ നാണയത്തിലാണ് ഇപ്പോൾ BJP CPMനെ തിരിച്ചടിച്ചിരിക്കുന്നത്. പുതിയ DGP നിയമനവുമായി ബന്ധപ്പെട്ട് കൂത്തുപറമ്പ് രക്തസാക്ഷികളെ അടക്കം CPM കൈവിട്ടപ്പോൾ തങ്ങൾക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ചവരെ ആരെയും അവർ തഴയില്ല എന്നൊരു ഉറച്ച സന്ദേശമാണ് സി സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തപ്പോൾ BJPക്കാർക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് പാർട്ടി പാരമ്പര്യമുള്ള ഒരാളെ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് BJP. അതേസമയം രാഷ്ട്രപതി ദ്രൗപദി മുർമു നാമനിർദ്ദേശം ചെയ്ത മറ്റ് 3 പേരും വ്യത്യസ്ത മേഖലകളിലുള്ളവരാണ്. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ അജ്മൽ കസബിന് തൂക്കുകയർ ഉറപ്പാക്കിയ പബ്ലിക് പ്രോസിക്യൂട്ടറും BJP നേതാവുമായ ഉജ്വൽ ദിയോറാവു നിഗം, പിന്നെ ഹർഷവർദ്ധൻ ശൃംഗ്ല മുൻ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു, പിന്നെ മീനാക്ഷി ജെയിൻ അക്കാഡമീഷ്യൻ ചരിത്രകാരിയൊക്കെയാണ്. ഇവരൊക്കെയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മറ്റ് 3 പേർ. കേരളത്തിൽ BJP ഇതുവരെ പയറ്റിയിരുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ആശയമായിരുന്നു. കോൺഗ്രസിന്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്ന ന്യൂനപക്ഷങ്ങളെ അടർത്തിയെടുക്കാനായിരുന്നു അവരുടെ ശ്രമം. ലവ് ജിഹാദ്, വഖഫ് ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ടായിരുന്നു. ഇനി നേരിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് BJP. ഗവർണർ RV ആർലേക്കറുടെ ഭാരതാംബ വിവാദവും സർവകലാശാലകളിലെ RSS കടന്നുകയറ്റം എല്ലാം ഇതിന്റെ ഭാഗമാണ്. ബംഗാളിലും ത്രിപുരയിലുമൊക്കെ CPMന് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ശക്തി ചോർന്നു പോയിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ പാർട്ടി അതിശക്തം തന്നെയാണ് ഇപ്പോഴും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കിക്കഴിഞ്ഞാൽ 11 അസംബ്ലി മണ്ഡലങ്ങളിൽ BJPക്ക് 1ാം സ്ഥാനത്തെത്താനും അതുപോലെ തന്നെ 19 അസംബ്ലി മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്താനും കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ളൊരു മത്സരത്തിന്, നേരിട്ടുള്ളൊരു കടന്നാക്രമണത്തിന് സമയമായെന്നാണ് BJP കരുതുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPMവുമായി BJPക്ക് ഒരു രഹസ്യ ഭാണ്ഡവുമുണ്ട് എന്ന് പലരും സംശയിക്കുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിക്കെതിരായ പല കേസുകളും ഈ ഒരു ഇലക്ഷൻ പ്രചരണത്തിനായിട്ട് ഇപ്പം അമിത്ഷായും എല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അമിത്ഷാ തന്നെയാണ് അതിൻ്റെയൊക്കെ കേസുകളുടെ കാര്യം നോക്കുന്നത്. പക്ഷേ കേസുകൾ ഒന്നും മുന്നോട്ട് പോകുന്നില്ല. അന്വേഷണ ഏജൻസി യാതൊരു തുമ്പും കണ്ടുപിടിക്കുന്നില്ല. അതുപോലെ തന്നെ സുരേന്ദ്രനെതിരായിട്ടുള്ള BJPക്കെതിരായിട്ടുള്ള പല കേസുകളും, കേരളം അന്വേഷിക്കുന്ന കേസുകൾ, അതും മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഒരു ഡീലുണ്ട് എന്നുള്ളതൊരു സംശയം തന്നെയാണ്. അത് കോൺഗ്രസ് നന്നായിട്ട് ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ മുനയൊടിക്കുക എന്നുള്ളതും BJPയുടെ ലക്ഷ്യമാണ്. മാത്രമല്ല CPM വിരുദ്ധ പല വോട്ടുകളും കോൺഗ്രസിലേക്കാണ് പോകുന്നത്. അതിനും തടയിടണം എന്നവർ കരുതുന്നു. സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം ധീരതയുടെ പ്രതീകമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. അക്രമ രാഷ്ട്രീയത്തിന്റെ ജീവിക്കുന്ന ചരിത്രമാണ് അദ്ദേഹം എന്നാണ് പ്രധാനമന്ത്രി മോദി അഭിപ്രായപ്പെട്ടത്. രാഷ്ട്രീയ അക്രമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേദനാജനകമായ കഥകളിലൊന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതം. 31 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ചെറുപ്പത്തിൽ 30ാം വയസ്സിൽ അക്രമ രാഷ്ട്രീയത്തിലൂടെ ഇരുകാലുകളും നഷ്ടപ്പെട്ട ആ യുവാവ് ഇപ്പോൾ 31 വർഷത്തിന് ശേഷം നിയമനിർമ്മാണ സഭയിലെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥലമായ രാജ്യസഭയിലേക്ക് എത്തുകയാണ്. 1994 ജനുവരി 25 രാത്രി 8:30 അന്നാണ് കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയ കൊട്ടേഷൻ സംഘം ഒരു യുവാവിൻ്റെ 2 കാലുകളും വെട്ടിയെടുത്തത്. തൻ്റെ സഹോദരിയുടെ വിവാഹം ഫെബ്രുവരി 6 നടക്കാനിരിക്കെ അത് പ്രമാണിച്ച് ബന്ധുവീടുകളൊക്കെ സന്ദർശിച്ച് വളരെ സന്തോഷത്തോടുകൂടി മടങ്ങി വരികയായിരുന്നു ആ ചെറുപ്പക്കാരൻ. വീടിനടുത്തുള്ള അങ്ങാടിയിലെത്തിയപ്പോഴത്തേക്ക് അവിടെ ഒളിച്ചിരുന്ന കൊട്ടേഷൻ സംഘം ഇങ്ങോട്ട് ചാടി വീണു. അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് അവിടെ നാടൻ ബോംബുകളൊക്കെ എറിഞ്ഞു. എന്നിട്ട് ആ യുവാവിൻ്റെ 2 കാലുകളും വാളുകൊണ്ട് വെട്ടിയെടുത്തു. അവിടം കൊണ്ടും തീർന്നില്ല. രക്തത്തിൽ കുളിച്ചു കിടന്ന ആ യുവാവിനെ ആശുപത്രിയിലെത്തിക്കാൻ ആരെയും അവർ സമ്മതിച്ചില്ല. ചുറ്റും കൂടി നിന്ന കണ്ടുകൂടിയവരെയൊക്കെ അവർ ഭീഷണിപ്പെടുത്തി. മൃഗീയത എന്നാണ് കോടതി ഇതിനെ വിശേഷിപ്പിച്ചത്. അവസാനം പോലീസ് എത്തിയാണ് ആ യുവാവിനെ ആശുപത്രിയിലെത്തിച്ചത്. ജീവൻ രക്ഷപ്പെട്ടെങ്കിലും 2 കാലുകളും ആ യുവാവിന് നഷ്ടപ്പെട്ടു. പിന്നീട് കൃത്രിമ കാലുകളിലായിരുന്നു ജീവിതം. പക്ഷേ രാഷ്ട്രീയം ഉപേക്ഷിക്കാനോ തോൽവി സമ്മതിക്കാനോ സദാനന്ദൻ മാസ്റ്റർ തയ്യാറായിരുന്നില്ല. 99 വെപ്പുകാല് വെച്ച ശേഷം
ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹിക ശാസ്ത്ര വിഷയത്തിൽ അധ്യാപകനായി ജോലിക്ക് പോകാൻ തുടങ്ങി. വിരമിക്കുന്നതുവരെയും ആ ജോലി നിഷ്ഠയോടുകൂടി ചെയ്തു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും തുടർന്നു. 2016-ലും 2021-ലും കൂത്തുപറമ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം വന്നാണ് പ്രചരണത്തിന് നേതൃത്വം നൽകിയത്. ഇടതുപക്ഷ പശ്ചാത്തലമുള്ള കുടുംബത്തിലായിരുന്നു സദാനന്ദൻ ജനിച്ചു വളർന്നത്. 18 വയസ്സുവരെയും SFI പ്രവർത്തകനായിരുന്നു. അച്ഛൻ ഇടതുപക്ഷ അനുഭാവിയായിരുന്നു. ജ്യേഷ്ഠൻ CPMന്റെ സജീവ പ്രവർത്തകനായിരുന്നു. ബിരുദ പഠനകാലത്ത് മഹാകവി അക്കിത്തത്തിന്റെ ഭാരത ദർശനങ്ങൾ എന്ന കവിത വായിച്ചതിനെ തുടർന്നാണ് ചിന്താഗതിയിൽ മാറ്റം കൊണ്ടുവന്നത്. മാർക്സിയം ആശയം വിട്ട് ദേശീയതയിലേക്ക് കൂടുതൽ അടുത്തു. കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നീ പ്രദേശങ്ങളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ ചിന്താ രീതിയിൽപ്പെട്ട് ഒരുപാട് പേർ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലൊക്കെ ആകൃഷ്ടരാകുന്നു എന്ന് CPM മനസ്സിലാക്കി. വളർന്നു വരുന്ന RSS നേതാവായ സദാനന്ദനെ നിർവീര്യമാക്കുകയായിരുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യം. സദാനന്ദ മാസ്റ്ററുടെ കാലുവെട്ടിയ കേസിൽ 8 CPM പ്രവർത്തകരെ 7 വർഷം തടവിന് വിചാരണ കോടതി ശിക്ഷിച്ചിരുന്നു. അതിനെതിരെ അവർ അപ്പീൽ പോയിരുന്നു. ആ അപ്പീലിനെതിരായ വിധി വന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ്. ഈ തടവ് ശിക്ഷ കോടതി ശരിവെക്കുകയായിരുന്നു. ഈ RSS ആണെങ്കിൽ ഈ ഇദ്ദേഹത്തിനെതിരെയുള്ള ആക്രമണം, സദാനന്ദ മാസ്റ്റർക്കെതിരെയുള്ള ഒരു ആക്രമണത്തിന് തിരിച്ചടി 24 മണിക്കൂറിനുള്ളിൽ കൊടുക്കുകയുണ്ടായി. അന്നത്തെ SFI സംസ്ഥാന നേതാവും പഞ്ചായത്ത് അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ KV സുധീഷിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനുശേഷം ഒരുപാട് നാൾ കണ്ണൂർ സംഘർഷ ഭൂമിയായി തുടരുകയായിരുന്നു. എനിക്ക് ഇവരോടെല്ലാം ചോദിക്കാനുള്ള ചോദ്യം, ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ CPM ഒരു സദാനന്ദ മാസ്റ്ററുടെ ഇരുകാലുകളും വെട്ടി, എന്നിട്ട് പക്ഷേ RSS തിരിച്ചാക്രമിക്കുന്ന ആരെയാണ്? ഏതോ ഒരു പാവം പിടിച്ച CPM പാവം പിടിച്ചതൊന്നും ആയിരിക്കില്ല, ബട്ട് സ്റ്റിൽ ആരെയോ ഒരാളെയാണ് ആക്രമിക്കുന്നത്. നേരെ മറിച്ച് ഇവർക്കൊക്കെ ഈ പ്രതികളെ, ഈ കൊലയ്ക്ക് പിന്നിലുള്ളവരെ ആക്രമിക്കുകയോ കൊന്നാലോ അത്രയും ശല്യം ഈ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടും. ഇവരൊക്കെ എന്തിനാണ് ഏതോ ഒരു പാർട്ടി പ്രവർത്തകനെ കൊല്ലാനായിട്ട് ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് എന്നും തോന്നിയിട്ടുള്ള ഒരു സംശയമാണ്.